നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സൗഹൃദങ്ങൾക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലിപ്പോൾ ഫെസ്റ്റിവലൊക്കെ വരാൻ പോവല്ലേ. ഫെസ്റ്റിവലിൽ നമ്മുടെ ഡ്രസ്സിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈൻ ഞാൻ പരിചയപ്പെടുത്താണേ. മയിൽപ്പീലി. നമുക്ക് പീലി നമ്മുടെ ഡ്രസ്സിൽ വരയ്ക്കാൻ ഇഷ്ടപ്പെടാത്തവരാരാണുള്ളതല്ലേ. അത് നമുക്ക് പഠിച്ച ഒരൊറ്റ സ്റ്റിച്ച് മതി നമുക്കത് ചെയ്തെടുക്കാൻ. ചെയ്യേണ്ട ആ വരയ്ക്കുന്ന ഡിസൈൻ ഒന്ന് വരയ്ക്കണേൽ ചെറിയൊരു എന്താ പറയുക, ഒരു പേടി നമുക്ക് ഉണ്ടായിരിക്കാം അല്ലേ. അത് നമുക്ക് മാറ്റാം. വളരെ ലളിതമായിട്ട് മിനിറ്റുകൾക്കൊക്കെ നമുക്ക് ആ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ചെയ്ത് നോക്കൂട്ടോ. എന്നും ഞാൻ പറയണ പോലെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നെക്സ്റ്റ് വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ നൂലുണ്ടല്ലോ, അത് 3 എടുത്തിട്ട് നമ്മുടെ തലമുടി മെടയില്ലേ അതുപോലെ മെടഞ്ഞിരിക്കുക. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ ഒരു നമ്മുടെ സ്റ്റെമ്മൊക്കെ വരയ്ക്കാൻ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. വല്ലാതെ ഫ്ലെക്സിബിൾ അല്ല. പിന്നെ ഇത് നമ്മുടെ എൻ്റെ വീട്ടിലുള്ള ഒരു മയിൽപ്പീലി കേട്ടോ. മയിൽപ്പീലി വെച്ചിട്ടാണ് ഇത് നോക്കിയിട്ടപ്പം ഞാൻ ചെയ്യണത്. പിന്നെ കുറച്ച് ഇല, നമ്മുടെ തൊടിയിൽ നിന്ന് പറിച്ച ഇല. അപ്പോൾ ഈ 3 ഐറ്റമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. ഓക്കെ. അപ്പം മയിൽപ്പീലിയുടെ കണ്ണുണ്ടല്ലോ, ആ കണ്ണിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ അത് 3 ഇല ആണ് ഇപ്പോൾ ഇതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 3 ഷേപ്പിലുള്ള ഇല കേട്ടോ. ഒന്ന് ചെറുത്, പിന്നെ അതിൻ്റെ ഒന്ന് മുകളിൽ ഇത്തിരി വലുപ്പം, അതിൻ്റെയും കുറച്ചും കൂടി വലുപ്പം, അങ്ങനെ 3 എണ്ണമാണ്. അത് ഇപ്പം ഞാൻ ആ കണ്ണുണ്ടല്ലോ ആ ഷേപ്പിൽ വെട്ടിയെടുക്കുകയാണ്. കണ്ടത് ഇതിപ്പോൾ നടുവിലത്തെ കണ്ണുണ്ടല്ലോ ആ കണ്ണിൻ്റെ ഷേപ്പിലാണ് ഞാൻ പച്ച വെട്ടിയത്. ഇനി വെട്ടുന്നത് ആ വലിയ കണ്ണുണ്ടല്ലോ അതിന് മുകളിലായിട്ട്, അതിനെയാണ് ഇപ്പം ഞാൻ വെട്ടിയെടുക്കണത്. ഇതൊരു നമ്മുടെ കളർഫുള്ളായ ഇലകളുണ്ടോ, ആ ഇലയാണ് ഇപ്പോൾ ഇത്. അതിന് ഞാൻ ഒന്നും കൂടി കണ്ടോ ആ ഒരു ഷേപ്പിലുള്ളത് വെട്ടി. ഇനി നമുക്കിതിനെ നേരിട്ട് തന്നെ തുണിയിലേക്ക് മറ്റേ ട്രേസ് എടുക്കൊന്നും വേണ്ട, നേരിട്ട് നമുക്കിതിങ്ങനെ വരയ്ക്കാം. ഒരു കുഴപ്പമില്ല. കാരണം ഇതിപ്പോൾ ഇങ്ങനെ വരച്ചാൽ ഈ ട്രേസിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അതിന് കൃത്യം സ്ഥലം നോക്കണം, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടില്ലേ. ഇതിപ്പോൾ നേരിട്ട് വരയ്ക്കുകയാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റേ ഗ്ലിറ്റർ പേനയാണ്. ഇനി ഞാൻ ചെറിയൊരു ലീഫ് എടുത്തിട്ടുള്ളൂ, അതിന് നടുവിലേക്ക് വെച്ചിട്ട് സ്കെച്ച് ചെയ്യണം. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ഷേപ്പൊക്കെ വന്നില്ലേ, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. വളരെ എളുപ്പമാണ്. ആ ഒരു ലീഫിനെ നമ്മൾ ഭംഗിയായിട്ട് വെട്ടുന്ന ആ ഒരു താമസമേ ഉള്ളൂ ഇത് ചെയ്യുക എന്നുള്ളത്. അത്ര എളുപ്പമാണ്. ഇതിൻ്റെ നടുവിലൊരു കണ്ണും കൂടി വരയ്ക്കാണ്ട്. അപ്പോൾ അതിന് ഞാൻ ഇതിനേക്കാളും ചെറിയൊരു ലീഫാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം മനസ്സിലായല്ലോ അല്ലേ. അത് പിന്നെ നമുക്കറിയാം ഇത് കൃത്യമായിട്ടല്ല. ഇതിൻ്റെ കണ്ണെന്ന് പറയുന്നത് ഒരു കുഞ്ഞൊരു പോലെയാണ് അറ്റത്ത്. ആ ഒരു ചെറിയൊരു ഷേപ്പ് വരുന്നുണ്ട്, അതിന് വരച്ചു. അപ്പോൾ മയിൽപ്പീലിയുടെ കണ്ണ് 3, ഇതൊരു കണ്ണ്, പിന്നെ അതിന് ചുറ്റും 1, പിന്നെ അതിന് ചുറ്റും അങ്ങനെയാണല്ലോ നമുക്കറിയാലോ. ആ 3 ഷേപ്പും വരച്ച് കഴിഞ്ഞു. ഗ്ലിറ്റർ പേന ആയതുകൊണ്ട് എന്താ മെച്ചമെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈനിലൊരു മാറ്റം വരുത്തണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ അടയാളം പോയി കിട്ടും. ഇനി നമ്മൾക്ക് ഇതിൻ്റെ സ്റ്റെമ്മ് വരയ്ക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എംബ്രോയ്ഡറി നൂല് മടഞ്ഞിരിക്കുകയാണ്. അതിനെ അങ്ങനെ മടഞ്ഞാവുമ്പോൾ വല്ലാതെ ഫ്ലെക്സിബിൾ ആവില്ല. വേഗം നമുക്ക് അതിന് സ്റ്റെമ്മിൻ്റെ നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് അതിന് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. അപ്പോൾ സ്കെച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി വളയ്ക്കണമെങ്കിൽ വളയ്ക്കാം. എങ്ങനെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ട് അതിന് സ്കെച്ച് ചെയ്യുക. എന്നിട്ട് പേന കൊണ്ട് ഒന്നുകൂടി വരയ്ക്കുക. ഓക്കെ. ഇനി എന്ത് വേണം വെച്ചാൽ ഈ മയിൽപ്പീലി നമുക്കറിയാം, മയിൽപ്പീലി പൊതുവേ നമ്മുടെ ഒരു ഷേപ്പിൽ ഒതുങ്ങണതല്ല, നമ്മുടെ ഒരു ചിന്തയ്ക്ക് ഒതുങ്ങണതല്ല മയിൽപ്പീലിയുടെ ഷേപ്പ്. പക്ഷേ നമ്മളിപ്പോൾ തുന്നല്ലേ, തുന്നുമ്പോൾ അതിനൊരു ഭംഗി വേണ്ടേ. അപ്പോൾ എന്താ വെച്ചാൽ അതിനൊരു ഷേപ്പ് കൊടുക്കണം.
മയിൽപ്പീലിക്ക് ഒരു ഷേപ്പ്, ഒരു എൻഡ് കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഓരോ മുടി നീളം കൂടിയിട്ടും കുറഞ്ഞിട്ടും അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല, അതൊരു അഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഡ്രസ്സിൽ ഏതിൽ ചെയ്യാവട്ടെ അതിനൊരു എൻഡ് ഉണ്ടാവണം. ഒരേപോലെ അതിൻ്റെ ലൈനുകൾ വരണം. അതിനാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു വര വരയ്ക്കുക. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ, ലൈനിലൊക്കെ എംബ്രോയ്ഡറി ചെയ്ത് കഴിയുമ്പോൾ ഈ എഡ്ജുകളൊക്കെ, അതായത് നമ്മൾ വരച്ച എൻഡൊക്കെ അതുപോലെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ടല്ലോ ഒരു ഷേപ്പിൽ, ഓവൽ ഷേപ്പിലാണ് അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോണത്. അതങ്ങോട്ട് അപ്രത്യക്ഷമായിക്കോളും. നമ്മൾ വരച്ച് കഴിയുമ്പോഴേക്കും അത് ഉണ്ടാവില്ല, ആ ലൈൻ ചെയ്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ലൈനിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ലൈൻ വരയ്ക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിന് ഈ നാട, അതായത് ഈ നൂല് കൊണ്ട് മെടഞ്ഞ ഈ നാട നമ്മൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചില ആൾക്കാർ ഇതിൻ്റെ ഷേപ്പ് ഒന്നും കൂടി റൗണ്ട് പോലെയൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് മയിൽപ്പീലി. നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഓവൽ ഷേപ്പ് കൊടുത്തു, അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ എന്താ പറയുക, ഓരോ ലൈനും വരച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. ഇനി ഈ ഉള്ളിലത്തെ ലൈനുകൾ വരയ്ക്കാനും നമ്മൾക്ക് ഈ നാട ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കണു, വലിയ കുഴപ്പമില്ലാതെ എനിക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ വരയ്ക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഉറപ്പായിട്ടും ബാക്കിയുള്ള ഏത് ലൈൻ വരയ്ക്കാനും ആ മെടഞ്ഞ നൂല് നമ്മൾക്ക് പറ്റും. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, അത്ര ഫ്ലെക്സിബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് പറ്റും. ഓക്കെ, സ്കെച്ച് പേന കൊണ്ട് തന്നെ അപ്പോൾ ആദ്യം അറ്റത്തുനിന്ന് തുടങ്ങണം കേട്ടോ. അറ്റത്തുനിന്ന്, പിന്നെ ചിലതൊക്കെ ഇങ്ങനെ കാണാറുണ്ട് നമ്മൾ, അതിൻ്റെ കണ്ണിൻ്റെ അവിടെ നിന്ന് അങ്ങനെ വരച്ചിട്ടും എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. അതൊക്കെ നമ്മുടെ ഒരു ഐഡിയക്ക് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. വരച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തുന്നിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചെയ്യാമെന്ന് ഇപ്പോൾ കാണിക്കാൻ കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ വൃത്തിയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതിനെ കൊണ്ടുവരാം. പിന്നെ ഇത് വെച്ചിട്ട് വരയ്ക്കുകയാണ് ഇത്രയും കൂടി നല്ലത്, കാരണം അപ്പുറവും ഇപ്പുറവും നമുക്ക് ഒരേപോലെ കിട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ട്രേസ് ഉപയോഗിച്ചിട്ടല്ലല്ലോ ചെയ്യണത്, നേരിട്ടിട്ട് തുണിയിലേക്ക് ഡിസൈൻ വരയ്ക്കുകയല്ലേ. അപ്പം നമ്മൾക്ക് എപ്പോഴും ഈ ഒരു നൂല് ഉപയോഗിച്ചോളൂ, അതാണ് ബെറ്റർ. ഒരു ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് എത്തി. ഇനി അറ്റത്തും വെറുതെ കുറച്ചും കൂടെ വരച്ച് വയ്ക്കാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇപ്പോൾ മനസ്സിലായില്ലേ എത്ര ഈസിയാണ്? അപ്പോൾ നിങ്ങളിതൊക്കെ ഇതേപോലെ ഒന്ന് വരച്ച് നോക്കൂ. ഇത് സ്കർട്ടിൻ്റെ ടോപ്പിൽ, ഷർട്ടിൽ, ആണുങ്ങളുടെ ഷർട്ടിലോ പെണ്ണുങ്ങളോ, നമ്മുടെ സ്ത്രീകളുടെ, നമ്മുടെ കുട്ടികളുടെ ലേഡി, പിന്നെ നമ്മുടെ ടീനേജേഴ്സിൻ്റെ ഒക്കെ ഷർട്ടിലൊക്കെ നമുക്ക് ഈ ഡിസൈൻ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ സാരിയിൽ, അതുപോലെ വേഷ്ടി മുണ്ടും, സെറ്റ് മുണ്ടിൽ ഈ ഒരു ഡിസൈൻ നമുക്ക് എപ്പോഴത്തെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. കാരണം നല്ല ഡീസൻ്റ് അല്ലേ, നല്ല ലുക്കായിരിക്കും, ഒരു പ്രത്യേക ലുക്കായിരിക്കും. ഇനി ഈ ഹാൻഡ് എംബ്രോയ്ഡറി അല്ലാതെ ചിലവർ ഇതിനെ ഫാബ്രിക് പെയിൻറ്റും ചെയ്ത് വയ്ക്കും. പക്ഷെ എനിക്ക് ഫാബ്രിക് പെയിൻറ്റിനേക്കാൾ ഇത്രയും കൂടി ഭംഗിയായിട്ട് തോന്നണത് ഹാൻഡ് എംബ്രോയ്ഡറി ആയിരിക്കും. അത് നമുക്ക് ചെയ്ത് നോക്കി, ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്യട്ടെ ആദ്യം. ഇനി ഇതിന് ഞാനൊരു അഡീഷണലായിട്ടൊരു ഓടക്കുഴലും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ലുക്കായിരിക്കും ഈ ഡിസൈൻ കേട്ടോ. വെറുതെ ഒരു 2 ലൈനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓടക്കുഴലിന് ഒരു ചെറിയ തൊങ്ങൽ, മണിമുത്തും അതൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഓടക്കുഴൽ മുഴുവനായിട്ട് ഞാൻ മറ്റേ ഇതുണ്ടല്ലോ, ബീഡ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. മുഴുവൻ ബീഡ്സ് വർക്കിലാണ് ചെയ്തിരിക്കുന്ന ഓടക്കുഴൽ. പിന്നെ കുറച്ച് ഷെല്ലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുമ്പിൾ പോലെയുള്ള ഷെല്ലാണ് പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ മയിൽപ്പീലിയിൽ 3-4 കളർ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും നടുവിൽ ഡാർക്ക് ബ്ലൂ,
പിന്നെ സൈഡിൽ ലൈറ്റ് ബ്ലൂ, കുറച്ച് ഓറഞ്ച്, പിന്നെ ഗ്രേ. പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് എന്നുള്ളത്, നമ്മൾ നല്ല ഷേപ്പൊക്കെ ഇതിന് ഒരു സ്കെച്ചൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഏകദേശം കൃത്യം അളവിൽ ഇതുപോലെ ഡോട്ടിട്ട് കൊടുക്കണം. ഓക്കെ, അങ്ങനെ ഡോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി പിന്നെ ഞാനിതിൽ മൊത്തം ഡിസൈൻ ചെയ്തിരിക്കണം, ആ സ്റ്റെമ്മിൽ മാത്രം റണ്ണിങ് സ്റ്റിച്ച്, ബാക്കി മൊത്തം ഡിസൈൻ ഞാൻ ചെയ്തിരിക്കുന്നത് ചെയിൻ സ്റ്റിച്ചിലാണ്. ചെയിൻ സ്റ്റിച്ചാകുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിരിക്കും. ഞാൻ വേറെ 1-2 സ്റ്റിച്ചൊക്കെ പരീക്ഷിച്ച് നോക്കി, എനിക്ക് അത്ര അങ്ങോട്ട് തൃപ്തി വന്നില്ല. അപ്പം ഞാൻ മൊത്തം ചെയിൻ സ്റ്റിച്ചിലത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, സ്റ്റെമ്മ് മാത്രം റണ്ണിങ് സ്റ്റിച്ചിൽ. ഓക്കെ, അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. ഡിസൈൻ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് ഷെയറും ചെയ്യുവാനേ, എന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് മുഴുവൻ ഞാൻ ചെയിൻ സ്റ്റിച്ചിൽ ചെയ്തു. ഇനി വേറൊരു കാര്യമുള്ളത്, ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ 6 ഇഴയിലാട്ടോ ചെയ്തിരിക്കുന്നത്. എല്ലാ നൂലും എല്ലാ സ്റ്റിച്ചും ചെയ്ത് എല്ലാ ചെയിനും ചെയ്തിരിക്കുന്ന 6 ഇഴയിലാട്ടോ. അപ്പോഴാണ്ട് കട്ടി വരുള്ളൂ. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടിയുള്ളത്, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ നീല ഡാർക്ക് ബ്ലൂ നൂലിൻ്റെ കഴിഞ്ഞിട്ട് വരുന്ന പോർഷനിൽ വേണമെങ്കിൽ നമുക്ക് ബീഡ്സ് ഉപയോഗിക്കാം കേട്ടോ. നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എൻ്റെ അടുത്ത് ആ ഒരു ഭംഗിക്ക് പറ്റിയ ബീഡ്സ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബീഡ്സ് ഉപയോഗിക്കാതെ, വേണമെങ്കിൽ പിന്നെ ഓറഞ്ച് നൂലിന് പകരം ബീഡ്സ് ഉപയോഗിക്കാം, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയായാലും നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ, മയിൽപ്പീലി വരയ്ക്കണതും മയിൽപ്പീലി സ്റ്റിച്ച് ചെയ്യണതും ഉപയോഗിച്ച നൂലും പിന്നെ ഉപയോഗിച്ച സ്റ്റിച്ചും മെത്തേഡും ഒക്കെ മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത് ഞാൻ അലങ്കരിക്കാനായിട്ട് ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ട്, അതായത് ചെയിൻ സ്റ്റിച്ചിന് വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓരോ അറ്റത്തും ഓരോ ലൈനിൻ്റെ അറ്റത്തും ഞാൻ പച്ച ഷുഗർ ബീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നിലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഫൈനൽ ലുക്ക് അടിപൊളിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ, ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഏത് ഡ്രസ്സിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം. താങ്ക് യു.